സോ ഹേ ഗൈസ്, എല്ലാവർക്കും എനിക്ക് സ്വാഗതം. സോ നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. സോ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഗൈസ് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഗൈസ്, ഞാൻ ഇന്നലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഒരു ഇതുണ്ടാക്കുക എന്നുള്ളത്. അതായത് നീഡ് ഡയമണ്ട്സാ. അപ്പോൾ ഈ വേൾഡിൽ ഡയമണ്ട്സ് ഉണ്ട്. ഓക്കെ അപ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്കൊരു ലാവ ഫാം ഉണ്ടാക്കണമെന്ന് നോക്കി അപ്പോഴത്തേക്ക് നമുക്കൊരു കോൾഡ്രൻ വേണം, കുറച്ച് ടെംപ്ലറി ബ്ലോക്ക് വേണം. ഏത് ബ്ലോക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ലാവയും വേണം, ലാവയും മസ്റ്റായിട്ടും വേണം. അപ്പോൾ പിന്നെ ഒരു ഡ്രിഫ്റ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ കേവിനകത്തേക്ക് ഇങ്ങനെ കൂത്തിട്ടൊക്കെ ഇരിക്കുന്ന സാധനമില്ലേ, ആ സാധനം. ഞാനപ്പോൾ ആർബറായിട്ട് നമുക്ക് കേവിൽ മൈൻ ചെയ്യാൻ പോകാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. നമ്മുടെ വേൾഡിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായിട്ട് ഒരു മൈനിങ് ഏരിയ ഉണ്ട്. ഇനി അടുത്തത് ഓക്കെ, ഞാൻ ഗ്ലാസ് വെച്ചില്ലായിരുന്നു. നൈറ്റാണെന്ന് തോന്നുന്നു. യെസ്, പുറത്ത് മഴയാണ്. ഐറ്റംസ് വേറെ വല്ലതും കഴിപ്പില്ലല്ലോ. കുറച്ച് ഓക്ക് പ്ലഷർ പ്ലേറ്റ് ഉണ്ടാക്കിയാലോ? അതൊക്കെ നമുക്കിങ്ങനെ മൂടി വന്നിങ്ങനെ തുറക്കൊന്നും വേണ്ട ഗൈസ്. ഇവിടെ ഇപ്പോൾ മോബിന് സ്പോണാക്കാൻ ചാൻസ് ഇല്ല, കാരണം നമ്മളിവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് നമ്മുടെ മൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഈ ഒരു ഗ്യാസും പൊട്ടിച്ച് നൈസായിട്ട് ഇവിടെ അങ്ങ് പണി തുടങ്ങാം. ഒറ്റ ബ്ലോക്കായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കുഴിച്ചൊഴിച്ച് പോവാണ് ഗൈസ്. വൈകാണ്ട് തന്നെ ഞാൻ മൈനിങ്ങിന് ഇറങ്ങി. ഇപ്പോൾ ലൈറ്റ് ഇവിടെ നിന്ന് കേവിൻ്റെ ഒക്കെ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റും ഗൈസ്. പിന്നെ ഞാൻ എക്സ്ട്രാ ഇന്നലൊരു പിക്കാക്സും കൂടെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പൊസിഷൻ നമ്മൾ മൈനസ് രണ്ടില്ല. ഗൈസ്, ഈ കാണുന്ന നടുക്കത്തെ പൊസിഷനില്ലേ 56, അത് നമുക്ക് 12 എത്തിയിട്ട് നിങ്ങളായിട്ട് ഞാൻ കണ്ടുമുട്ടാം. പിന്നെ പറയണ പോലെ ഞാൻ വല്ല അയണൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ഗൈസ് ഇത് ക്ലേ അല്ലേ? നമുക്കിവിടെ ലഷ് കേവ് ഉണ്ട് ഗൈസ്. ഉറപ്പാണ്, ഇവിടെ ലഷ് കേവ് ഉണ്ട്. എങ്കിൽ അടിപൊളിയായിരിക്കും. പ്ലീസ് ഞാനിവിടെ കേവ് ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ക്ലേ ഉണ്ട് ഗൈസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ലഷ് കേവ് ഉണ്ട്. യെസ്, ഞാൻ അങ്ങനെ അത് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഇവിടെ ഒരു ലഷ് കേവ് നമ്മുടെ സീരീസിലെ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഗൈസ്, ലഷ് കേവ്. ഓക്കെ, ഇവിടുന്ന് കോബർ സ്റ്റോണായിട്ട് കണക്ട് ചെയ്തേക്കാം ഗൈസ്. അയ്യോ, കണക്റ്റായിട്ട് ഇരിക്കില്ല. ഞാൻ ബെഡ് എടുത്തുകൊണ്ടാണ് പോന്നേക്കുന്നത്. ഞാൻ അത് മൈൻഡ് ചെയ്ത് വന്നിട്ട് കുറച്ച് നേരം ആയുള്ളൂ ഗൈസ്. മൂസ് ബ്ലോക്ക്
ഇവിടെ ഇരിക്കട്ടെ. ഇതെന്താ? ഓ, ഈ മോസ് ബ്ലോക്കിൻ്റെ പുറത്തിന് വേറെ ഒന്നും വെക്കാം. അയ്യോ, ഞാൻ എങ്ങോട്ടൊക്കെ ഒഴുകി പോകുന്നത്. ഇപ്പം നമുക്ക് കയറി കിടന്നിട്ടേ നമുക്ക് കയറി കിടന്ന് ഉറങ്ങണം. ഞാൻ എത്ര 23 വന്നപ്പോഴാണ് ഈ ഒരു ലഷ് കേവ് ഞാൻ കണ്ടുപിടിച്ചത്. എങ്കിൽ ആ ഒരു കാര്യം ഞാൻ പോയിട്ട് വീട്ടിനകത്ത് പോയിട്ട് ഒരു ഡോർ എടുത്തിട്ട് വരാം. ഈ കേവ് എക്സ്പ്ലോർ ചെയ്യണതിന് മുന്നേ നമുക്കൊരു ഡോർ കണ്ടുപിടിക്കണം. ഞാൻ കണ്ടുപിടിക്കാനല്ല എടുക്കണം. പിന്നെ നമ്മുടെ വീടിൻ്റെ മുകളിൽ ഞാൻ ഗ്ലാസ് വെക്കുമെന്ന് പറഞ്ഞ് അത് ഞാൻ പിന്നെ ചെയ്തോളാം. ഈ ഒരു വേൾഡിൽ ലഷ് കേവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സാധാരണ ഞാൻ ലഷ് കേവ് ഒന്നും എൻ്റെ ഫസ്റ്റ് വേൾഡിൽ പോലും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇതെൻ്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു വേൾഡ്. നിങ്ങളിത് നോക്ക് ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗൈസ്. പിന്നെ എനിക്ക് 3 അയണും കിട്ടി. ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. സീഡ്, മോസ് കാർപ്പറ്റ്, മോസ് ബ്ലോക്ക്, അതിൻ്റെ സൈറ്റ് ക്ലേ. ഇത് ഞാൻ നേരത്തെ എടുത്തതാ. 12 ക്ലേ കിട്ടി. ഈ അയണിട്ട് സ്മെൽറ്റ് ചെയ്യണം. ഇത് ഇനി ഒരു ഗ്ലാസ്സും ഇനി അടുത്ത് സ്മെൽറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഇരിപ്പുണ്ടോ? ഉണ്ട്. ഒരു 28 ഗ്ലാസ്. സ്മെൽറ്റ് ചെയ്യാനിപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഇരിപ്പില്ലല്ലോ. കയറിക്കിടന്ന് ഉറങ്ങാം ഗൈസ്. നൈറ്റായി വരുന്നുള്ളെങ്കിൽ നമുക്കൊരു ചെറിയൊരു പണി കൂടി ചെയ്യാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഓക്ക് ഡോർ കൈ പിടിക്കാം. പിന്നെ ഈ 2 ഇതും കൂടെ എടുത്തിട്ടേ നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയാണ് ഇത് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുക. ഇതെടുത്ത് ഇതുകൊണ്ടുണ്ടാക്കാം. എൻ്റെ ഒരു ആക്സും ഇരിപ്പുണ്ട്. ഈ ഒരു ആക്സും കൂടെ വെക്കട്ടെ. ഇതും കൂടെ എടുത്തോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഉറങ്ങാം. ഇനി അതുകൊണ്ട് അവിടെ വെക്കണം. കാരണം അവിടെ നിന്ന് ഇനി മോബോ എല്ലാം കയറി വരുവാണെങ്കിൽ അവിടെ പോലെ സ്പോണർ അടുത്തുണ്ടെങ്കിൽ നമുക്കത് പണിയായിരിക്കും. ഇവിടുത്തെ 2 ഇതങ്ങ് ഇത് പിന്നെ പോകുന്നത് ഇങ്ങോട്ടെങ്ങനെ ഇത് വളർന്നു കയറണമെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ ഈ ഒരു കോബൽ സ്റ്റോൺ ഇരുന്ന് വെച്ചാൽ മതി. ഈ ഒരു ഡേർട്ടെല്ലാം കൂടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ ഡേർട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഒരു മാഗ്മ ബ്ലോക്ക് ഇരിപ്പുണ്ട്. ഈ ഒരു മാഗ്മ എടുത്തേക്കാം. കാരണം ലഷ് കേവ് ആയതുകൊണ്ടേ പറയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൈനിലോട്ട്, അതായത് മൈനിങ് ഏരിയയിലോട്ട് പോവാം. ഗൈസ്, ഞാനിവിടെ നിന്ന് ഇത്രയും ദൂരം മൈൻ ചെയ്തു. അന്നേരത്തേക്ക് ഈ ക്ലേ വന്നപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി. അത് കാരണമാണ് ഞാൻ നിങ്ങളായിട്ട് ഇപ്പോൾ മീറ്റ് ചെയ്തത്. ഗൈസ് ഞാനപ്പോഴത്തേക്കും കുറച്ച് ഡോർ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കുറച്ച് വുഡ് പ്ലാങ്ക്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പം നിൽക്കുക, അതും കൂടെ കളയണ്ടേ. എൻ്റെ വേറെ ഇരിപ്പില്ല. ഈ ഒരു അതിനെടുത്തിട്ട് കൈ പിടിച്ച് ഈ ഒരു ബക്കറ്റ് എടുത്ത് അതിലോട്ട് ഇതുകൊണ്ട് വെച്ചിട്ട് നമ്മൾ നമുക്ക് ആ ഡോറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. മൈൻ ചെയ്യണ വരെ നമുക്ക് ഈ ലഷ് കേവിൽ പോയി മൈൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് തോന്നുന്നത് എനിക്ക്. ഇപ്പോഴത്തേക്ക് ഇവിടുത്തെ ഈ ഒരു ബ്ലോക്കൊക്കെ ഇങ്ങനെ ആക്കി കിടക്കട്ടെ. ഈ ഒരു ലഷ് കേവ് കണ്ടുപിടിച്ചാൽ അക്കായിരിക്കും. കാരണം ഇവിടെ എന്തൊക്കെ സാധനം കിട്ടും കേട്ടോ ഗൈസ്. നല്ല സ്ഥലമാണ്. കണ്ട ഇവിടെ നമുക്ക് ഡയമണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അയ്യോ പോയി. നമുക്ക് ഈ ലഷ് കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിന് മുമ്പായിട്ടേ ഞാൻ എവിടെ ഉണ്ടെങ്കിലും അറിയാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കി വെക്കണം.
മുന്നേ ഒരു 10 അടി ബ്ലോക്ക്. 1 2 3 4 5 6 7 8 9 10 കോബ്ര. ഗൈസ് എനിക്കില്ല. നമുക്ക് ഇവിടെ വല്ല പോർട്ടല്ലേ അത് ഇങ്ങോട്ട് വരല്ലേ. കുടുംബം കൊണ്ട് ഗൈസ് ഇതെന്ത് കഷ്ടാണ്. ഗോൾഡ് ഇത്തിരി പൊട്ടിച്ചെടുത്തത്. ഇത് ഡീസലായിട്ടുള്ള ഗോൾഡാണ്. ഓ IMB കേക്സ് ആണോ? അത് തന്നെ ആയിരിക്കുമോ പർപ്പിൾ കളറിൽ? നമുക്ക് എന്തായാലും ഇവിടെ ഒരു വഴി ഉണ്ടാക്കി വെച്ചേക്കാം. ഈ ഒരു ലഷ് കേവ് കണ്ടുപിടിച്ച എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനു മുമ്പ് ഞാനൊരു ലഷ് കേവ് എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ മൈൻക്രാഫ്റ്റ് വേൾഡിൽ കണ്ട് പിടിച്ചിട്ടില്ല. അവിടെ വാട ഇങ്ങോട്ട്. ഇനി ഞാനൊന്ന് വാരി വലിച്ചെടുക്കും. ഇഷ്ടം ഈ വാരി കാണായണല്ലേ ഞാൻ വാരി വലിച്ചെടുക്കണം. ഈ ലഷ് കേവിന് അതാണ് പ്രത്യേകത. ഇവിടുന്ന് അയാൾ ഇഷ്ടം പോലൊക്കെ കിട്ടും. അയാൾ എന്നൊക്കെ സാധനങ്ങളാണ്. ഇവിടെ ഗോൾഡ് കിടപ്പുണ്ട്. അത് ഞാൻ കണ്ട് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ എടുക്കണം. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ച് 10 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കണക്ഷൻ ഇട്ടേക്കാം. ഓക്കെ, ഇനി എവിടെ നിന്ന് ഇങ്ങോട്ടേ ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാം. ഒരു പർപ്പിൾ കളർ പോലത്തെ എന്തുകൊണ്ടൊരു സാധനം കണ്ടു. അതെന്നാ സാധനം പോലെ നെതർ പോർട്ടലിൽ സ്പോൺ ആയതാണെന്നൊന്നും എനിക്കറിയാൻ മേല. പോർട്ടൽ അങ്ങനെ ഫുള്ളായിട്ട് സ്പോൺ ആവത്തില്ല. അവിടെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടെക്സ്ചർ ഇട്ടാലേ നമുക്കേ ഒരു പ്രത്യേകത എന്ത് വേണമെന്ന് വെച്ചാലേ അവിടത്തേക്ക് ഇവിടെ നിഗൂഢമായ ചില ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് വലിയ ദൂരമൊന്നുമില്ല. ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ബ്ലൂബെറിയാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഞാൻ കണ്ട ഇതന്നെ. ഇതാണ് ഇത് മറ്റേ ബ്ലോക്കല്ലേ? ഇങ്ങനെ മറ്റേ ബ്ലോക്കാണ് ഗൈസ്. ഇതന്നെ സാധനം. സ്മൂത്ത് ബ്ലസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഹെൽത്തൊക്കെ പോവുകയാണെങ്കിൽ തീർന്നു കേട്ടോ.
ഒരു കാര്യം ഞാൻ കഴിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു ബ്ലോക്ക് വെച്ച് പോകുന്നതായിരിക്കും മിക്കവാറും നല്ലത്. ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഈ ഒരു സാധനം കിട്ടുന്നുണ്ട്, ഈ ഒരു കാർപ്പറ്റ്. ഈ ഒരു സൈഡ് ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റേ പാട്ട് കേൾക്കുന്ന ബ്ലോക്ക് ഉണ്ട്. അയ്യോ പോലെ പോടാ. ഞാൻ ഇത്തിരി ഹെൽത്ത് റീസ്റ്റോർ ചെയ്തിട്ട് വരാം. ഓക്കെ, എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ വരാടാ. നിന്നെയൊക്കെ തേടി ഞാൻ ഇതാ വരുന്നുണ്ട്. ഈ ഒരു ലഷ് കേവിൽ എനിക്ക് ഇനി ഈ സ്കെൽറ്റനോട് കാര്യം ചെയ്യണം. കാരണം ആ സ്കെൽറ്റൻ ഇപ്പോൾ എന്നെ കൊല്ലാൻ നോക്കി ഗൈസ്. അതുകൊണ്ട് ആ സ്കെൽറ്റന് ഞാൻ ഇപ്പോൾ കൊടുക്കും. എനിക്ക് അയം കളയേണ്ടതെന്ന് ഓർത്തിട്ടാണ്. കാരണം എനിക്ക് 10 അയം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇത്തിരി ടൂൾസൊക്കെ ഉണ്ടാക്കണം. ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ട് പോവാം. അയ്യോ നൈറ്റാണോ? ബെസ്റ്റ് ചാവല്ലേ 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 ചാവല്ലേ. സ്മൂത്തായിട്ട് ഞാൻ പോയല്ലേ. അയ്യോ കുടുങ്ങി. ഒറേ വെട്ടിക്കറേ. ഓക്കെ, അങ്ങനെ ആ നൈറ്റ് ഞാൻ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഈ കാർപ്പറ്റ് എല്ലാം എടുത്തതാ. ബ്ലോക്ക് കണ്ടില്ലേ? ഈ ഒരു ഡോറും ഈ ഒരു ഡിയോറൈറ്റ് എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഇതും കൈ പിടിച്ച് ഈ സ്റ്റോൺ 49 എണ്ണം ആക്കി. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇഗ്നോർ ചെയ്ത് വെച്ച ആ ഒരു 3 അയണും പിന്നെ നമ്മുടെ ഫർണേസിലിരിക്കുന്ന ആ ഒരു ബ്ലാങ്ക്സ് എടുത്ത് നേരെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഒരു ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യുക. ഇനി നേരെ നമ്മുടെ ഇൻവെന്ററി എടുത്ത് അതെടുത്ത് കൈ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10 അയൺ ഉണ്ടല്ലോ, 10 അയൺ എടുത്തിട്ട് ഇതാ ഈ ഒരു 10 അയൺ എടുത്തിട്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കണം. അതവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ. ഇനി ആ സ്കെലിറ്റൻ്റെ അടുത്ത് ഞാനൊന്ന് പോക്ക് പോകുന്നുണ്ട്. ഇനി ആ സ്കെലിറ്റൻ എന്നെ കൊല്ലണമൊക്കെ എന്നെ ഒന്ന് കാണണമല്ലോ. സ്കെലിറ്റിയാ, ഞാൻ ഇന്ന് കൊന്നിട്ട് തന്നെ നോക്കിയാൽ അവന്മാരെന്നെ ചെയ്തത്. എയിം ചെയ്യുമല്ലേ നീ? ഈ മൈൻക്രാഫ്റ്റിലെ ലെജൻഡ് ഞാൻ ചാവുന്ന ലക്ഷണമില്ല. ഞാനും ടെക്നോബ്ലേഡിനൊക്കെ പോലത്തെ ഒരു കിണ്ണം കാഴ്ച പ്ലെയർ ആവും ഗൈസ്. എനിക്ക് ചെറിയ ലാഗൊക്കെ ഉണ്ട്. അത് കാരണമാണ് ഞാൻ ഒരു മാഗ്മ ബ്ലോക്ക് ഇരിപ്പുണ്ട്. ലഷ്കേവ് കഴിഞ്ഞിട്ടൊക്കെ പോകണം. ഇനിയാണ് ഗൈസ് നമ്മുടെ രസം എന്ന് പറയുന്നു. സുഖമായിട്ട് പോകാം, കടുക്കാം, മടയാം എന്നുള്ള പരിവാണ്. ഡോർ തുറക്കുക, അടയ്ക്കുക. സ്കെലിറ്റിയ, എടാ സ്കെലിറ്റിയ എവിടെയാടാ നീ? നീ എന്നെയാണോ ചെയ്യുന്നു പറഞ്ഞത്? അയ്യോ ഐറൺ പിക്കൽസ് ഉണ്ടാക്കി കൊണ്ടുവരാൻ.
ഈ ലഷ് കേവ് ഫുള്ള് ഞാൻ വെളിച്ചത്തിൻ്റെ വേൾഡ് ആക്കും ഗൈസ്. ഈ ഒരു ടെക്സ്ചർ ഉണ്ട്, ഇത് അയൻ തന്നെ. അയ്യോ പോയാണിപ്പം. കുറേ അയൻ കിട്ടുന്നുണ്ട് ഗൈസ്, കുറേ ഇഷ്ടം പോലെ അയൺ കിട്ടുന്നുണ്ട്. നേരത്തെ എനിക്ക് അയൺ പോലും കിട്ടത്തില്ല, ഇപ്പോൾ അതെങ്കിലും കിട്ടുന്നുണ്ട്. അത് തന്നെ വലിയ ഭാഗ്യം. ഡയമണ്ടാണ് ഗൈസ് എൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ. കാരണം ഞാൻ അന്നെൻ്റെ ഫസ്റ്റ് വേൾഡിൽ എനിക്ക് കിട്ടാത്ത ഞാൻ സ്റ്റോപ്പ് ചെയ്തുള്ള ഒരൊറ്റ കാര്യം എന്ത് ചെയ്തു, അയ്യോ എൻ്റെ ആട്ടിലെല്ലാം തീർന്നു. അയ്യോ പകുതി കാട്ട് പോലില്ല ഗൈസ്. ഞാനത് മൈൻഡ് പോലും ചെയ്യാണ്ട് ഇരിക്കുവായിരുന്നു. അയ്യോ കുറച്ച് റീചാർജ് ആവട്ടെ ഹെൽത്ത്. അയ്യോ എൻ്റെ ഫുഡെല്ലാം തീർന്നു. ഇതിലോട്ട് ഇനി എങ്ങനെ തിരിച്ചു പോവും? എൻ്റെ മുന്നിൽ ആ ബ്ലോക്ക് നിന്നോണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിനെ കൊന്നേന. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ പോവാം. കാണുന്നത് അയണല്ലേ? ആ ഒരു അയൺ എങ്ങനെയെങ്കിലും എനിക്ക് എടുക്കണം. കിട്ടുന്ന അയൺ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം ഗൈസ്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടോ ബെസ്റ്റ്. പോയി ഈ ഒരു കോവൽ എന്ത് കഷ്ടം എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഷീൽഡ് വെച്ച് വലിയ ആളെ കാണിച്ച് പോയതാണ് ഗൈസ്. സ്കെലിറ്റിന് മുന്നേ അവനാണെങ്കിൽ ഞാൻ കണ്ടുമില്ല. Please man. Hey ഗൈസ്, ആ സ്കെലിറ്റിന് ഞാൻ കൊടുക്കും ഗൈസ്. ഞാനിപ്പോൾ ഈ സ്ഥലം ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഗൈസ്. ഞാൻ വീട്ടിൽ പോയി കുറച്ച് ഹെൽത്തുമായിട്ട് വരാം ഗൈസ്. നമ്മൾ കിട്ടിയായും കൊണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ടും ഇപ്പോൾ ഞാൻ ആർമർ ഉണ്ടാക്കുകയാണ്. ഈ ബാക്കി വന്ന ഈ 3 അയൺ കൊണ്ട് ഒരു ബക്കറ്റും ഉണ്ടാക്കും. കിട്ടിയാലാണ് അവിടെ കുറച്ച് അയൺ കിട്ടിപ്പുണ്ട്, ഞാൻ അതും പോയി എടുത്തുകൊണ്ട് പോരാം. പറയണമെന്ന് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്തൊന്നും ബക്കറ്റ് ഉണ്ടാക്കിയില്ല. വേണ്ടാത്ത സാധനം വെച്ചാൽ ഈ ഒരു വൂളാണ്. നമുക്കൊരു ഫുഡ് അടിക്കാം. ഓ
നമ്മുടെ കുറേ മേലാണെങ്കിൽ ഇപ്പം ഉണ്ട്. പംകിനാണെങ്കിൽ നമുക്കൊരു ഇതാക്കണമെങ്കിലേ ഇതാക്കാനുള്ള സമയമൊന്നുമില്ല. നൈറ്റായ കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ നിന്ന് സ്മെൽട്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് മുൻപായിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം. ആ പാൻറ് എത്ര ഇതുകൊണ്ട് വേണമെന്നോ 6 മരുന്ന് സെലക്ട് ചെയ്യുവാണെങ്കിലേ ചേട്ടാ ഇതൊന്നും ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊന്നും. അവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ടായിരുന്നു ആ ലഷ് കേവില്. ഞാൻ സ്കെലറ്റിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സ്ഥലം ഇവിടെ കുറേ സ്ഥലം ബാക്കിയുണ്ട്. ഇതൊക്കെ നമുക്കിന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. ഈ ഒരു സ്റ്റെയർ മാത്രമായിട്ട് മതി. മഞ്ഞ് ഏബോ എൻ്റെ ഐറ്റംസ് എല്ലാം പോയേ. എൻ്റെ ഐറ്റംസ് എല്ലാം ജസ്റ്റ് വെളിച്ചം കിട്ടിയാ ഉണ്ടാകും. കോടതി ഒരു 7 കോപ്പറും കൂടെ വന്നിട്ടുണ്ട് ഗൈസ്. സ്വാഡ്, പിക്കാക്സ്, ആക്സ്, ഷവല്, ബ്ലോക്ക്, മാഗ്മ ബ്ലോക്ക്, ഫുഡ്, ഈ ഡേർട്ട് എടുത്ത് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കളയാം. അതുകൊണ്ട് ജസ്റ്റ് കൊണ്ട് നടക്കട്ടെ. ഒരു നല്ല വഴി. 1 മിനിറ്റ് ജസ്റ്റ് തുറന്ന് ഈ ഒരു കോപ്പർ കൊണ്ട് കളയാനുള്ള. അത് ഞാൻ ലാഭ കിട്ടുമ്പോൾ ഞാൻ കത്തിച്ച് കളയാനുള്ള. കോപ്പർ കൊണ്ട് എനിക്ക് വലിയ ഒരു ഉപയോഗമില്ല. വെള്ളവാ ക്രീപ്പർ നല്ല ബെസ്റ്റ് ക്രീപ്പർ. ആ എന്നാ എക്സ്പ്ലോഷനാണ് കഴിച്ച ആ ക്രീപ്പറിന്. സ്റ്റെപ്പെല്ലാം ഓക്കെ. അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഗൈസ്. ഞാൻ പോയി മൈൻഡ് ചെയ്യാൻ പോയപ്പോ അയ്യോ ആ ഒരു പാൻറ്റും കൂടെ ആയിരുന്നെങ്കിലേ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടായിരുന്നു. പക്ഷെ പാൻറ്റില്ല. പാൻറ് ഉണ്ടാക്കാനായിട്ട് എന്നൊക്കെ വേണമെന്ന് എനിക്ക് അറിയണം വേല. ഓ ഷുഗർ, എഗ്ഗ്, പംകിൻ, ഈ ഒരു ക്യാരറ്റോണ് സ്റ്റിക്കാ. അയ്യോ ഞാൻ ക്വസ്റ്റ്യനെ പിടിച്ച് നോക്കി. ഞാൻ എന്തായാലും ആ ലഷ് കേവിൽ പോകും. ഇനി വഴി അടിക്കാണ്ട് ഒരു രക്ഷയുമില്ല. അയൺ പിക്കാക്സാ. ആ ഇത് ഞാനേ സ്റ്റോൺ പിക്കാക്സാന്നും പറഞ്ഞ അയൺ പിക്കാക്സ് മനപ്പുറം ഞാൻ ഉണ്ടാക്കിയതാണ്. പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഷോക്കായി പോയതാണ്. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും കണ്ടില്ല. ഇപ്പം ഞാൻ ആ ലഷ് കേവിൽ പോയിട്ടേ കുറച്ചും കൂടെ എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ടോ ഒരു
സ്കെലിട്ടണിട്ടുള്ള ആ മറ്റേ ഇവനാണ് ക്യാറ്റ. ഗൈസ് പിന്നെ ഓക്കെ ഇത്രയൊക്കെ വീഡിയോ മതി ഗൈസ്. കാരണം ഞാനൊരു ലഷ്കേ കണ്ടുപിടിച്ചു, കുറച്ച് അയണം കിട്ടി, ഹാഫ് ഓഫ് ആർമറിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ അയൺ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയി എൻഡ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഈ ഒരു ലഷ്കേ ഉള്ള സ്ഥലത്ത് ഈ ഒരു ഷെയ്ഡർ എനിക്ക് നല്ല, ഈ ഒരു ടെക്സ്ചർ പാക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇത്രയാണ് ഈ ഒരു പൊടിയായിരുന്നു. ഈ ഒരു ബ്ലോക്കിന്റെ അവിടെയാണ് അയൺ ഉള്ളത്. അയൺ എന്തി വാട്ട് ഇവിടെയുള്ള അയണൊന്നും നമ്മൾ മൈൻഡ് എടുത്തില്ലല്ലോ. ഗായ്സ് അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. ഞാൻ വിട്ടുന്ന ടെൻഷനായി. ഇതിന് നമ്മളെ ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർത്ത്. അയ്യോണെല്ലാം ഞാൻ മാറി വിളിച്ചെടുക്കും ഗൈസ്. തന്നെ പരിപാടിയാ. നല്ല സ്പീഡിൽ കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ഇത് സ്ലോയാണ്. ഫർണേസ് ഞാൻ ഇവിടെ വെച്ചിരുന്ന് തന്നെ ഉണ്ടാക്കിക്കോളാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോഴത്തേക്കും നമുക്കിപ്പോൾ 6 കിട്ടി. അങ്ങനെ സോ ഗൈസ്, അപ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും കണ്ടിപ്പോൾ എല്ലാവർക്കും